കേന്ദ്ര നേതൃത്വത്തിന്റെ മനസ്സറിഞ്ഞ ശേഷമാകും തിരുവനന്തപുരം നഗരസഭയിലെ മേയർ BJP തീരുമാനിക്കുക. ആർ ശ്രീലേഖ IPSന്റെ പേര് പ്രചാരണ ഘട്ടത്തിൽ ഉയർത്തിയെങ്കിലും രാഷ്ട്രീയ പരിചയമുള്ളയാളെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കുന്നതാണ് ഗുണകരം എന്ന ചിന്ത ശക്തമാണ്. BJP സംസ്ഥാന സെക്രട്ടറി VV രാജേഷിനാണ് പ്രഥമ പരിഗണന. പ്രശാന്ത് കൃഷ്ണ വിശദാംശങ്ങളുമായി ഉണ്ട് നമുക്കൊപ്പം. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. അങ്ങനെയെങ്കിൽ IPSകാരി തിരുവനന്തപുരം നഗരം നയിക്കുക എന്നതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുമോ? തിരുവനന്തപുരംകാർക്ക് ചെറിയ സങ്കടം അക്കാര്യത്തിൽ ഉണ്ടാവും. രാഷ്ട്രീയ പരിചയം എന്നതിലപ്പുറം ഒരു IPSകാരി മേയറായി വരിക എന്നത് തിരുവനന്തപുരത്തുകാർ ആഗ്രഹിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പലതരത്തിലുള്ള അടവുകൾ പയറ്റും. പക്ഷേ പ്രായോഗിക രാഷ്ട്രീയമാണ് ഭരണം കിട്ടിക്കഴിയുമ്പോൾ. പ്രത്യേകിച്ചും BJPക്ക് 4.5 പതിറ്റാണ്ടിന് ശേഷം ഇടതുഭരണം അവസാനിപ്പിച്ച് BJPക്ക് ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം നഗരസഭാ ഭരണം കിട്ടുകയാണ്. അപ്പോൾ ഈ ഭരണം അവർക്ക് തുടർന്ന് കൊണ്ടുപോകണമെന്ന് മാത്രമല്ല, ഇനി ഉള്ള കാലത്ത് BJPക്ക് ശക്തി ഇവിടെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നൊരു കാഴ്ചപ്പാടാണ് ദേശീയ നേതൃത്വത്തിനുമുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് മോദി ഈ ആദ്യ ഭരണം കിട്ടുമ്പോൾ ആ ഭരണത്തിൽ പാളിച്ചകൾ പാടില്ല എന്നത് കേന്ദ്ര നേതൃത്വത്തിന് നിർബന്ധമുണ്ടാകും. അതുകൊണ്ടാണ് മേയർ നിശ്ചയിക്കുമ്പോൾ മേയർ തീർച്ചയായും BJPനെ നിശ്ചയിക്കും. കാരണം 50 വാർഡുകളുടെ വിജയമുണ്ട്, 100-50 ഉണ്ട്. 2 സ്വതന്ത്രന്മാരുണ്ട്. ഈ 2 സ്വതന്ത്രന്മാർ BJPക്കൊപ്പം നിൽക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഒന്ന് പൗണ്ട് കടവ്, പിന്നെ ഒന്ന് കണ്ണമ്മൂലയും. അപ്പോൾ BJPക്ക് ഒരു കേവല ഭൂരിപക്ഷത്തോടെ ഈ പിന്തുണ കിട്ടുമ്പോൾ ഭൂരിപക്ഷത്തോടെ മേയറെ ജയിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ മേയർ ആര് എന്ന ചോദ്യമാണ്. ഇപ്പോൾ മേയർ ആർ ശ്രീലേഖയുടെ പേര്, ഇപ്പോൾ ആർ ശ്രീലേഖയ്ക്ക് മുതിർന്ന IPS ഉദ്യോഗസ്ഥയായിരുന്നു. പക്ഷേ ഒരു രാഷ്ട്രീയ പരിചയം അവർക്ക് തീരാനില്ല. അപ്പോൾ നഗരസഭ തീരുമാനിക്കേണ്ടതാണ്. പ്രശാന്ത് കൃഷ്ണ, ഏതായാലും പാർട്ടി അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉചിതമായി എടുക്കുമായിരിക്കുമെന്ന് നമുക്ക് കരുതാം. രാഷ്ട്രീയ പരിചയത്തിനപ്പുറം ഒരു ബ്യൂറോക്രാറ്റ് എന്നുള്ള നിലയിൽ ബുദ്ധിപരമായ ചില നീക്കങ്ങളിലേക്ക് കടക്കാൻ ഒരു IPSകാരിക്ക് കഴിയില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അനന്തപുരിയിൽ പലരും. അങ്ങനെയെങ്കിൽ എന്ത് തീരുമാനമായിരിക്കും പാർട്ടി എടുക്കുക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രശാന്ത് കൃഷ്ണയ്ക്ക് നല്ല ദിവസമായിരിക്കട്ടെ.